ഇന്ന് ഇവിടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണമെന്ന് ഞാൻ പല വീഡിയോസിൽ വേറെ കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളി അരിയുമ്പോഴത്തേക്ക് കണ്ണ് നീറുന്നു എന്ന് പറയുന്നത്. അതിന് ഒരു മാർഗ്ഗമുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഉള്ളി ഇതേപോലെ പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് രണ്ടായിട്ട് മുറിച്ച് ഇതേപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ ഒത്തിരി കമത്തരുത്, വെള്ളം താഴെ വീഴും കേട്ടോ. അപ്പോൾ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമ്മൾ അരിയുമ്പോൾ കണ്ണ് നീറത്തില്ല. അതാ പറയാൻ വന്നത്. എന്നൊക്കെ പറഞ്ഞു കുറേ സമയമെടുക്കും. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞിട്ട് കാണിച്ചത്. ഫസ്റ്റ് ഈ വെള്ളം ഒന്ന് തുടച്ചോട്ടെ. ഇതിന് സാമ്പാറിന് വേണ്ടി വാങ്ങിച്ച പരിപ്പാണ്, സാമ്പാർ വയ്ക്കാനോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് സംഭവം വലിയ കാര്യത്തിന് തക്കാളി ചട്നി വെക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഫസ്റ്റിൽ തന്നെ ഫ്ലോപ്പായി. വേറൊന്നുമല്ല, ക്യാമറ ഓണാക്കാൻ മറന്നില്ല. അതാ പറ്റിയത്. അപ്പോൾ എന്തായാലും ഞാൻ പറയാം. ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന് പറയാം. നല്ലൊരു പാൻ വെച്ചിട്ട്, ചീനച്ചട്ടി എന്തെങ്കിലും മതി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. അതിന് ശേഷം എന്തെങ്കിലും ഒരു പരിപ്പ്, ഉഴുന്ന് പരിപ്പോ അതോ നമ്മുടെ ഈ സാമ്പാർ പരിപ്പോ എന്തെങ്കിലും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അത് എണ്ണയിലിട്ടതിന് ശേഷം അപ്പോഴും തന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ടണം. അതിൻ്റെ പുറത്ത് തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇടണം കേട്ടോ. ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പം അതുവരെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് വീഡിയോ കാണിക്കാം. ഇനി ഓണാക്കാൻ മറക്കത്തില്ല കേട്ടോ. വേണ്ട, കുറച്ചിട്ടാൽ മതി കേട്ടോ മഞ്ഞപ്പൊടി. തിന്ന് വന്നപ്പോഴാണെന്ന് തോന്നുന്നു മനസ്സിലായി, കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ഉപ്പ് ചെറുതായിട്ട് കൂടിയ പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. അതിന് ഉപ്പ് കൂടി എന്തൊരു ചെയ്യും. പക്ഷെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ബാക്കിയൊക്കെ കുഴപ്പമില്ല.